ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത സോയാ കറി. ഇത് അപ്പം, പുട്ട്, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇപ്പം നിങ്ങൾ കുറേ പേര് നോയമ്പായിരിക്കും, ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഒരു നോൺ വെജ് കറിയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 150 ഗ്രാം സോയ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാദ്യം 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. സോയ ഞാനിവിടെ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിനകത്തേക്ക് ഈ സോയ ഇട്ട് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സോഫ്റ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ആയി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് സോയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടൊന്ന് മാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. സോയയുടെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇതുപോലെ കണ്ടോ, പിഴിയുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നുള്ള വെള്ളം എല്ലാം പോവും. അപ്പോൾ വെള്ളം എല്ലാം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സോയ വെക്കുമ്പോൾ, നിങ്ങളിപ്പം ഒരു മസാല പോലെയൊക്കെ വെക്കുമ്പോൾ കട്ട് ചെയ്യില്ലേ, അതിനേക്കാളും ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇത് നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ പീസ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മസാലയൊന്നും പിടിക്കത്തില്ല. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. സോയ എല്ലാം ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം. പൊടികൾ ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി കൂടുതലാണ് ചേർക്കേണ്ടത്. 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഗരം മസാല ഉപയോഗിക്കുന്നില്ല. ഈ പൊടികളുടെ പച്ച ചുവ നന്നായി മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, മുളക് പൊടിയുടെ അളവ് ശ്രദ്ധിച്ച് ചേർക്കണം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 3/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. കാരണം സോയ ആയതുകൊണ്ട് അധികം എരിവ് പിടിക്കത്തില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ കുറച്ചെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ കറിക്ക് നല്ല എരിവായിരിക്കും. പൊടികളുടെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ആ മസാലയുടെ കൂടെ ചേരണം. നമ്മൾ നേരത്തെ തന്നെ പൊടികൾ ചേർത്തത് കാരണം ചിലപ്പം ചെറുതായിട്ട് അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചാൽ മതി. ഞാനിതിനകത്തേക്കൊരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുവാണ്. ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രവും കൂടി ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ആ മസാല അടിയിൽ പിടിക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇതിന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സോയയും കൂടി ഇട്ട് കൊടുക്കാം. ആ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിവിടെ 1.5 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1.5 കപ്പ് 2ാം പാലിൻ്റെ കൂടെ തന്നെ നമ്മൾ 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1.5 കപ്പ് പാൽ ഒഴിക്കുക, അതിനുശേഷം 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പാലും വെള്ളവും ചേർക്കണം. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരണം, ഉരുളക്കിഴങ്ങ് വേവണം, അതുപോലെ സോയയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടും ഉണ്ടാവണം. അതുവരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മതിയാവും. ഇപ്പം നമുക്ക് ഈ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ സോയയിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുമുണ്ട്. ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമില്ല, നിങ്ങൾക്കത് ഒഴിവാക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഇതിനകത്തേക്കൊരു 1/2 കപ്പ് ഒന്നാം പാൽ ഒഴിക്കുവാണ്. ഈ കറി ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി സോയാ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒത്തിരി മസാലയൊന്നുമില്ല, മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്. എന്നാൽ പോലും ആ സോയയിലൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ചിട്ടുണ്ടാവും. ഞാനിന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് അപ്പം, പുട്ട് അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.